അപ്പോൾ വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ച് നല്ല അടിപൊളി വത്തക്ക കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിന് നമുക്ക് ആവശ്യമായി വേണ്ടത് ഒരു ചെറിയ കഷ്ണം വത്തക്കയാണ്. ഇനി നമുക്കത് കട്ട് ചെയ്ത് അതിൻ്റെ ഫ്ലഷ് മാറ്റി വയ്ക്കാം. അത് നമുക്ക് പിന്നീട് ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്കിതിൻ്റെ പുറന്തോട് മാത്രം മതി. ഇനി നമുക്കിതിൻ്റെ തൊലി പീൽ ചെയ്ത് കളഞ്ഞ് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിതിനെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യാം. ഇനി ഇതിലോട്ട് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മുറിച്ച് വെച്ച വത്തക്ക കഷ്ണങ്ങൾ ഒരു ബൗള്. ഞാനിവിടെ ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് എരിവ് കൂടുതലുള്ള മുളകാണെങ്കിൽ 2 മതി. ഒരു തക്കാളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 3 ടേബിൾ സ്പൂൺ തൈര്. പിന്നെ ഇത് ഞാൻ കുറച്ച് തേങ്ങ അരയ്ക്കാനുള്ളതാണ്. അതിലേക്ക് 3 ചെറിയുള്ളിയും ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും. എന്നിട്ട് ഇതെല്ലാം ഒരു മൺകലത്തിലോട്ടിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. ഇതുപോലത്തെ കറികൾ എപ്പോഴും ഒരു മൺകലത്തിൽ വെച്ചാൽ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഇളക്കി നമുക്ക് വേവിക്കാൻ വെക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. വെള്ളം കുറവുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മാറ്റി വെച്ച തേങ്ങയും ഉള്ളിയും ജീരകവും തൈരും കുറച്ച് വെള്ളവും ചേർത്ത് ഒരു മിക്സിയിൽ നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വത്തക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച തേങ്ങ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ ഇളക്കി ചെറുതായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് വാങ്ങി വയ്ക്കാം. തേങ്ങ ഒഴിച്ചാൽ കൂടുതൽ നേരം തിളക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതൽ തിളച്ചാൽ നമ്മുടെ തേങ്ങ പിരിഞ്ഞു പോകും. ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കടുകും 2 ഉണക്കമുളകും 5-6 കറിവേപ്പില ഇട്ട് വറവിടാം. നിങ്ങൾ ഇതുപോലെ വത്തക്ക കറി ഉണ്ടാക്കി കഴിച്ചാലുണ്ടല്ലോ പിന്നെ ഒരിക്കലും നിങ്ങൾ വത്തക്കയുടെ പുറന്തോട് കളയില്ല. വെള്ളരിക്ക കറിയും കുമ്പളങ്ങ കറിയും വരെ മാറി നിൽക്കും. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഒരു ഹെൽത്തി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷെറിൻ.